ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണൻ്റെ മോളും കൂടിയിട്ട് അലീനെ തിരഞ്ഞിറങ്ങുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഒന്ന് ഗോവർദ്ധനെ വിളിക്കുക, എന്നിട്ട് ഞങ്ങളിപ്പോൾ ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട്, അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോൾ ഫോൺ അടിക്കുമ്പോൾ ഗോവർദ്ധന എടുക്കണില്ല. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഫോൺ റിങ് അടിക്കുന്നുണ്ട്, എടുക്കണില്ല എന്ന് പറയുന്നുണ്ട്. ആ എന്നാൽ വായ നമുക്ക് പോയി നോക്കാൻ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് കാണിക്കുന്നത് നമ്മുടെ അലീനേനെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അടച്ചിടുന്നുണ്ട്. ഗുണ്ടകളൊക്കെ പായൊക്കെ പൊത്തിയിട്ട് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അടച്ചിടുന്നുണ്ട്, ആൾ താമസമില്ലാത്ത വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പുറത്ത് നമ്മളെ ബാലചന്ദ്രൻ എന്തായാലും ആസ്പത്രിയിൽ എത്തുന്നുണ്ട്. ആസ്പത്രിയിൽ എത്തിയിട്ട് പോലീസിനോട് പറയുന്നുണ്ട്, അനന്തേട്ടനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇത് കേസാക്കിയിട്ട് അലീനെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനന്തേട്ടൻ പറയുന്നുണ്ട്, നീ ഇത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കേസാക്കാൻ പോകണ്ട, പിന്നെ കേസിൻ്റെ പിന്നിൽ നടന്നിട്ട് നമ്മളാകെ പുലിവാലാവും, ഇപ്പം നീ ക്ഷമിക്കുകയും നമുക്ക് എങ്ങനെയെങ്കിലും വഴി ഉണ്ടാക്കാൻ അലീനെ കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മനു അലീനെ കാണാനില്ല പറയുന്നുണ്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, കാണാനില്ല എന്ന് എന്താങ്ങളെ പറയണമെന്ന് പറയുമ്പോൾ, അതെ നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഇതിൽ കൈയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മനു നേരെ ചെല്ലണം നമ്മുടെ ശിവേട്ടൻ്റെ രാജീവിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് ചോദിക്കേണ്ടത്, എവിടെ വെച്ചാൽ അച്ഛൻ അലീന എവിടെയെന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ശിവൻ പറയുന്നത്, എനിക്കറിയില്ല, ഞാൻ എന്താ അലീനെ വെച്ചിരിക്കുകയാണ്, എനിക്കറിയില്ല പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ ഞാൻ ഈ രാത്രി തന്നെ അവളെ കണ്ടെത്തിയിരിക്കും, ഞാൻ അവളെ അങ്ങനെ കൈവിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മനു ഇറങ്ങി പോരുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ഗംഗയുടെ രാജീവിനെയും ശിവനെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും കളിക്കുന്നത് തീക്കളിയാണ്, ഈ കളിയോട് നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല സർവ്വനാശമാണ് ഉണ്ടാവാൻ പോണേ, അതുകൊണ്ട് വെറുതെ ഈ പണിക്ക് നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ എന്തായാലും ആർക്ക് വേണ്ടി അവളെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.